ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഓണം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വെക്കേഷനൊക്കെ അടിപൊളിയാവട്ടെ. അപ്പം എനിക്ക് വെക്കേഷനിൽ വേറൊരു പണി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോകുന്നുണ്ട്. ചൈൽഡ് സൈക്കോളജിയിലാട്ടോ ചെയ്യണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. കറക്റ്റ് സമയത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ റിഹാനയുടെ അപ്പാളെത്തിയത് കൊള്ളാം. എന്തായാലും നമുക്ക് വേഗം നടക്കാം. വണ്ടി എടുത്താൽ മതിയായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക്. പക്ഷെ തിരിച്ചാരും കൊണ്ടുവരും. എക്സൈറ്റഡ് ഗായ്സ്, എക്സൈറ്റഡ്. അപ്പോൾ എന്താണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോവാണ് ഗൈസ്. ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ അപ്പോൾ ചോദിക്കും ഇൻറ്റേൺഷിപ്പിനൊക്കെ പോകാനായോന്ന്. അങ്ങനായിട്ടൊന്നുമില്ല. ഇതൊരു വെക്കേഷൻ ബാച്ച് പോലെ അവർ ചെയ്യണതാണ്. ഞാൻ സെക്കൻഡ് ഇയർ ആണെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല പോരെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂടി വിളിച്ചിട്ട് ഒരു സമാധാനം. അപ്പോൾ നമ്മൾ എടപ്പാൾ മാങ്ങാട്ടൂർക്കാണ് പോകുന്നത്. 2 ബസ് കയറണം എന്നാണ് എൻ്റെ ഒരു ഇത്. നോക്കാം. നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൃക്കാവ് അമ്പലം. ഇന്ന് ഉത്രാടാണ് കേട്ടോ. പക്ഷെ തിരക്കും കാണില്ല, ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചിന്ന് ഇറങ്ങുമ്പോൾ നേരം വൈകും. പക്ഷെ നേരം വൈകിയില്ല. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കങ്ങ് അവിടേക്ക് എത്തണം ഗൈസ്. കാണിച്ചുതരാം. കണ്ടോ, ആ ഭാഗത്താണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്. നമുക്ക് അവിടേക്ക് എത്തണം. മെല്ലെ അല്ല, കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കാനുണ്ട്. ബസ് പോയി. ഇനി അടുത്ത ബസ് വരണ വരെ നമുക്ക് റൈഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് എടപ്പാൾക്ക് ഒരു അരമണിക്കൂറിൻ്റെ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ ബസ്സിലാണെങ്കിൽ. അപ്പം ഞാൻ ഇറങ്ങുന്ന സമയത്ത് റിഹാനെ വിളിച്ചിട്ട് അവൾ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ബസ് കയറി പോവാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവളുടെ എത്താത്ത പറഞ്ഞതാണ് കൂടുതൽ ടൈം എടുക്കും, അപ്പോൾ വേഗം ഇറങ്ങിക്കുമെന്ന്. അങ്ങനെയാണ് അവൾ അങ്ങനെ നേരത്തെ എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മളിതാ എടപ്പാൾ എത്തി നോക്കുമ്പോൾ ഞാനും ബ്ലാക്ക് ഷർട്ട്, അവൾ ബ്ലാക്ക് ടീഷർട്ട്, ഞാൻ ബ്ലൂ ജീൻ, അവളും ബ്ലൂ ജീൻ. എന്തിനാടി ഡ്രസ്സ് ഇട്ടത്? നമ്മൾ ബസ് മാറി കയറി. റിഹാനെ കിട്ടിയിട്ടുണ്ട്. റിഹാന കുറേ നേരം എടപ്പാളിരുന്നു. എന്തായിരുന്നു എക്സ്പീരിയൻസ്? വളരെ കുഴപ്പമില്ല കാര്യം. നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. എക്സൈറ്റഡ് ആണോ? ഞങ്ങൾ വെള്ളക്കോട്ട് മേടിച്ചിട്ടുണ്ട്. വെള്ളക്കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പണിയെടുക്കാൻ പോകുന്നത് ഗൈസ്. വൈരഞ്ച് ഗൈസ് ശരിയൊക്കെ അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പുറത്താണ് അത്ര. അപ്പോൾ ബസ്സിൽ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം തിരിക്കാനുള്ളത് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവിടെ അല്ല ഇറങ്ങേണ്ടതെന്ന്. അപ്പം ബസ് കണ്ടക്ടർ പറഞ്ഞു ഇവിടെ അല്ല മക്കളെ, അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തെ സ്റ്റോപ്പിൽ കൊണ്ടു ഇറക്കി. ആക്ച്വലി ഞങ്ങൾ ചോദിച്ച സ്ഥലത്തായിരുന്നു ഇറങ്ങേണ്ടത്. അതാണ് ഞങ്ങളിങ്ങനെ തിരിച്ച് നടക്കണത്. അങ്ങനെ തിരിച്ച് നടന്ന ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് വീണ്ടും നടക്കാനുണ്ട് കേട്ടോ. അപ്പോഴാണ് അവിടുത്തെ ഒരു കുട്ടീൻ്റെ പാരൻറ്റ് എന്തോ മേടിച്ചിട്ട് തിരിച്ച് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇൻറ്റേൺസിൽ തന്നെ ഒരാൾ സ്റ്റേ ചെയ്യുന്ന ആളുടെ പാരൻറ്റ് തിരിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കാറിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തി. കുറച്ചൊരു ഉള്ളിലേക്ക് കുറേ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗം കേട്ടോ. ഇതൊരു വീട് തന്നെയാണ്. അവർ വീട്ടിൽ തന്നെയാണ് നമ്മൾ ചൈൽഡ് സൈക്കോളജി ആണല്ലോ ചെയ്യണം. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഒരു ഹോംലി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വീട് എടുത്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കുള്ള വൈറ്റ് കോട്ടും റിഹാന മേടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വൈറ്റ് കോട്ട് ഇടുന്നത്. ഓൾറെഡി ഞാനൊരു എന്താ പറയുക, ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു കുളിരി കൂർന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കതിട്ടിട്ട് നാണൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്തിനാണെന്നുള്ളത് എനിക്കും അറിയില്ല. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ട് ഉമ്മച്ചിക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മെഡിസിൻ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്നൊക്കെ നിർത്തി വന്നതാണ്. എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഞാൻ നിർത്തിയതാണ്. അപ്പോൾ വീണ്ടും ഈ ഒരു കോട്ട് ഇടാനൊരു അവസരം കിട്ടിയപ്പം എന്താ പറയുക, നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ എന്താ പറയുക,
അതൊന്നും ഇട്ടിട്ടല്ല നമ്മളവിടെ ഇരിക്കണത്. ജസ്റ്റ് അവർ ഇത് കയ്യിലുണ്ടെങ്കിൽ കരുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ നമ്മുടെ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ കേട്ടോ അവരുടെ കൂടെ ഇരിക്കണത്, അല്ലാണ്ട് ഇതൊന്നും ഇട്ടിട്ടല്ല. എന്തായാലും ഫ്യൂച്ചറിൽ ആവശ്യം വരും എന്നുള്ള രീതിക്കാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആവശ്യം വരും ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട്, എനിക്കിത് ഇട്ടിട്ട് രസമുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ആക്കുക. ഈ ഒരു ഗെറ്റപ്പ് എനിക്ക് ഓക്കെ ആണോ അല്ലെങ്കിൽ രസമുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുട്ടി ചെയ്തിട്ടുള്ള വർക്കാട്ടോ. LD ഉള്ള മോനാണ്, അപ്പോൾ ആൾ ചെയ്തിട്ടുള്ള വർക്ക്സാണ്. ഞാൻ വർക്ക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ചെയ്യണുണ്ട് കേട്ടോ, രസമായിട്ട് ചെയ്യണുണ്ട്. അപ്പോൾ അവരിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക, അതൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. കേസ് എടുക്കണത് എങ്ങനെയാണ് അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇൻകെയർ എന്നുള്ളൊരു ടീമിൻ്റെ കൂടെ കേട്ടോ നമ്മൾ ചെയ്യണത്. ഇൻസൈറ്റ്സ് എന്നുള്ള ഒരു വലിയൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഇൻകെയർ എന്നുള്ളത്. വീട് നമ്മളൊരു ഒരു ഹോംലി ഫീൽ കിട്ടാമെന്നാണ് തോന്നുന്നത് ഇവർ വീട് എടുത്തിരിക്കുന്നത് ഈ ഉണ്ണികൾക്ക്. ഗൈസ് നമ്മുടെ ഇൻകെയറിൻ്റെ സംഭവം ഇവരൊക്കെയാണ് ഇവിടെ ഉള്ളത് ഗൈസ്. കഴിച്ചാ നീ? അപ്പോൾ നമുക്ക് ഗൈസ് ഫുഡ് കഴിക്കാം. ഗൈസ് നമ്മൾ ദോശ കഴിക്കാൻ പോവുകയാണ്. ഇതാണ് ഉള്ളിമുട്ടക്കറി. അപ്പോൾ നമ്മൾ 5 പേരാട്ടോ ഇൻറ്റേൺഷിപ്പിന് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. 3 പേര് സ്റ്റേ ചെയ്യും, നമ്മൾ 2 പേര് പോയി വരാട്ടോ ചെയ്യണത്. നമുക്ക് പോയി വരാനുള്ള ഡിസ്റ്റൻസ് ഉള്ള, അവർ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഉള്ള കാരണമാണ് അവിടെ സ്റ്റേ ചെയ്യണത്. അപ്പോൾ അവർ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡിൻ്റെ ഡെലിവറി ആളാട്ടോ അത്. അപ്പം ഫസ്റ്റ് ഡേ ആണ് അവർ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നൊക്കെ അവർ കുക്ക് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഈ 3 ആളിൽ ഒരാൾ 3-ാമത്തെ ദിവസം തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ റിഹാനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് ഗോയ്സ്. എങ്ങനെയുണ്ട്, എസ്തെറ്റിക് ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വണ്ടിതാ ഗൈസ്, റിഹാനെ വണ്ടി ഓടിച്ചായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇതാണ് ഇവിടെ പരിപാടിയെന്ന്. അല്ല, ഞങ്ങളിവിടെ ഞങ്ങളുടെ കമ്പനി കൊടുക്കുകയാണ്. ഒരു കഥ പറയാ. പാട്ട് പാടാ അറിയോ? ഇതിലേതാണ് ഭംഗി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയൂ. ഒബ്വിയസ്ലി ഇതാണ് ഭംഗി. നമുക്ക് തീരെ കോൺഫിഡൻസ് ആയിട്ടില്ല കേട്ടോ. പ്രൊഫഷണൽസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. പിഞ്ച് മനസ്സ് എൻ്റെ കലാകാരത്തിൽ കാണിച്ചു തരാം. A for apple. ഇത് ഞാൻ വരച്ചു, ഇത് ഞാൻ വരച്ചു, ഇതും ഞാൻ വരച്ചു, ഇതും ഞാൻ വരച്ചു. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നല്ല രസമുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാതോ മാർക്ക് ചെയ്താൽ. ഗൈസ് നമ്മൾ പോകാണ്. ഇന്റേൺഷിപ്പിൻ്റെ ഫസ്റ്റ് ഡേനെ കുറിച്ചിട്ട് റിവ്യൂ പറയുമ്പോൾ കുഴപ്പമില്ല ഗൈസ്, രസമാണ്. ഫസ്റ്റ് ഡേ തന്നെ സെമിനാറൊക്കെ തന്നിട്ട് നാളെ ഈ ഷോൾ കുത്തൽ ഇതൊന്നും ഉണ്ടാകും കേട്ടോ. ഞാനായിട്ട് വരും. നമ്മൾ ഈ പ്രകൃതി രമണി കൂടെ ആണ് പോകുന്നത് ഗൈസ്. ഇവിടെ ടാൻ അടിക്കാണ്ടിരിക്കാൻ പ്രൊട്ടക്ഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഗൈസ് നട്ടപ്ര വെയിലാണ്. ഓൾറെഡി ഇനി ടാൻ വരാനൊന്നുമില്ല. പിന്നെ ഇവൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ കൊട പിടിക്കുന്നു. അപ്പോൾ നമ്മൾ പോകാണ് ഗൈസ്. ബസ് കിട്ടോ ഇല്ലോ എന്നുള്ളത് കണ്ടറിയണം. 4:20 കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് കൂടി 3:15 കഴിഞ്ഞിട്ടാവും. എന്തായാലും ഇന്റേൺഷിപ്പ് അടിപൊളിയാവും. നാട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇവിടെ ആയാലും ഇവിടെ വണ്ടി. അപ്പോൾ അവിടുന്ന് ബസ് കിട്ടി എടപ്പാൾ പോയി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ആവും. അവൾ പിന്നെ പെരുമ്പിലായിരിക്കും, ഞാൻ പൊന്നാനിക്ക് കേട്ടോ പോണത്. അപ്പോൾ അത്രയുള്ള ഗൈസ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻ്റ് ആക്കുക, ഷെയർ ആക്കുക, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ, സീ യു.